ഹായ്. റെട്രോ കണ്ടു. സ്റ്റാറിംഗ് സൂര്യ, ഡയറക്റ്റഡ് ബൈ കാർത്തിക് സുബ്രാജ്. ഇതൊരു ജോണർ ബ്ലെൻഡ് വരുന്ന സിനിമയാണ്. അതായത് ഗാങ്സ്റ്റർ ആക്ഷനിൽ തുടങ്ങി ലവ് സ്റ്റോറിയിലൂടെയും കോമഡിയിലൂടെയും പോയി ഒടുവിൽ ഇന്ത്യൻ മിത്തോളജിയുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് യൂഷ്വലി കാർത്തിക് സുബ്രാജ് സിനിമകളിലുള്ള ഒരു അണ്ടർലൈൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ശ്രമിക്കുന്ന ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒട്ടും ഇമോഷണൽ കണക്റ്റ് ലഭിക്കാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്ക് റെട്രോ. സിനിമ എന്ന നിലയിൽ ആദ്യത്തെ ഒരു 40-45 മിനിറ്റ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സൂര്യ എന്ന നടൻ്റെ ഗംഭീര പെർഫോമൻസും സന്തോഷ് നാരായണൻ്റെ കിടിലൻ സ്കോറും സോങ്സും ആയിരുന്നു ഈ സിനിമയിലെ ഒരേ ഒരു ടേക്ക് അവേസ് എന്ന് പറയുന്നത്. പടത്തിൻ്റെ തുടക്കം ഭയങ്കര കിടിലനായിരുന്നു. പ്രത്യേകിച്ച് സൂര്യയുടെ ആ ക്യാരക്ടറിൻ്റെ ചൈൽഡ്ഹുഡ്, അതുപോലെ പാസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, പിന്നെ ആ സമയത്ത് വരുന്നൊരു ട്രെയിൻ ഫൈറ്റ് സീൻ, അതൊക്കെ ഭയങ്കര ടോപ്പ് ക്ലാസ് ആയിരുന്നു. അതുപോലെ ഒരു കല്യാണ ഹാളിൽ വെച്ച് നടക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഓർഗാനിക്കലി ഷോട്ട് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ് സീനായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടം ലിറ്ററലി ഫെൽ അപ്പാർട്ട്. കാരണം ഈ സൂര്യ പൂജ ഹെഗ്ഡെ ലവ് സീൻസ് ഒന്നും ഒട്ടും ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ പടത്തിലെ ചില കാസ്റ്റിംഗ് ഭയങ്കര പത്തറ്റിക് ആയിരുന്നു. സത്യം പറഞ്ഞ സൂര്യയ്ക്ക് പറ്റിയൊരു സ്ട്രോങ് എതിരാളി പോലും പടത്തിലില്ല. ഈ നാസർ, പ്രകാശ് രാജ് പോലെയുള്ള ആക്ടേഴ്സ് ഉണ്ടെങ്കിലും പടത്തിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വന്നിട്ടുള്ള വില്ലൻ വേറൊരു ക്യാരക്ടറായിരുന്നു. അയാളുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ ജോജുവിൻ്റെ പെർഫോമൻസ് ഭയങ്കര എഫേർട്ട്ലെസ് ആയിരുന്നു. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ പുള്ളിയുടെ അത് സ്ട്രോങ് കംഫോർട്ട് സോൺ ആയതുകൊണ്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടൻ്റെ റോൾ ആക്ച്വലി തമിഴിലെ ഏതെങ്കിലും ഒരു ആവറേജ് കോമഡി ആക്ടറിന് ചെയ്യാവുന്ന റോളേ ഉള്ളൂ. നോ വെയിറ്റ് അല്ലെങ്കിൽ നോ റീകോൾ വാല്യൂ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ സിനിമയുടെ ലെങ്ത്ത് ഭയങ്കര ഓവറായിട്ട് തോന്നി. കാരണം സെക്കൻഡ് ഹാഫിൽ ചില സ്ഥലത്തൊക്കെ ഈ റിപ്പീറ്റേഷൻസ് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായി. പിന്നെ ഈ ഗാങ്സ്റ്റർ സിനിമകളുടെ കാര്യത്തിൽ ഈ തമിഴ് സിനിമ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയ പോലെ തോന്നുന്നു. പ്രത്യേകിച്ച് കാർത്തിക് സുബ്രാജ് തന്നെ തൻ്റെ മുൻ സ്വന്തം സിനിമകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ക്വാളിറ്റിയുടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റെട്രോ ഒരു വൺ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. ഓവറോൾ റെട്രോ ആസ് എ സിനിമ started with a bang and ended like a balloon slowly losing air. Totally a below average stuff from Karthik Subraj.